ഞാനിതാ വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് മാംഗ്ലൂരിലാണ്. ഇവിടുത്തെ ഫോറം മോളിലെ സ്പാറിൻ്റെ അകത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാംഗ്ലൂർ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം മോളിൽ കയറിയിട്ട് ആ സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് വേഗം ഇറങ്ങാമെന്ന് കേട്ടോ. പക്ഷെ പോയ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് വിശദമായിട്ട് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. എൻ്റെ മോന് ഈ ചെയറും മേടിച്ചു കൊടുത്തു. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. യൂഷ്വലി എവിടെയെങ്കിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ അതിൽ കുറേ നേരം കളിക്കുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പം നമ്മളത് അവന് വേണമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എൻ്റെ മോൻ ഇരിക്കുന്ന കണ്ടോ? ആ ചെയർ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് അവൻ ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആക്ച്വലി ഞാനും കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കയ്യിൽ തന്നെ കൊണ്ട് നടക്കുമായിരുന്നു. എനിക്ക് സ്റ്റേഷനറി ഐറ്റംസിനോടായിരുന്നു കേട്ടോ കൂടുതൽ ക്രേസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനധികം പറയുന്നു, ഞാൻ വാഷ്റൂമിലേക്ക് വരെ അതും കൊണ്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കാം എൻ്റെ മോനും എന്നെ പോലെ തന്നെയാണല്ലോ എന്ന്. അങ്ങനെ മാംഗ്ലൂരിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പം തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. രാത്രി ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ യൂഷ്വലി ഡിന്നർ കഴിക്കാറ് ഒറക്സിലാണ്. പക്ഷേ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും എന്നറിയാം. അതുകൊണ്ട് ഇടയ്ക്ക് വഴിയിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയതെങ്കിലും ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറാം എന്നുള്ള തീരുമാനവും അവിടുന്ന് തന്നെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഇനി നമുക്ക് വീട്ടിലേക്കുള്ള യാത്ര തുടരാം.